അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അകമ്പൊരുളിൽ ഇനി പറയുന്ന ഒരു സംഗതി മുസ്ലിങ്ങൾ, അതായത് ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം പരലോക ജീവിതത്തിൽ രക്ഷപ്പെടാനാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത, ഖുർആനിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ ജാതിവാദമായിട്ടാണ് പൊരുളുകാരനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയാറുള്ളത്. അതിൻ്റെ വലിച്ചു നീട്ടിയുള്ള ചില പരാമർശങ്ങളാണ് അകമ്പൊരുളിൽ തുടർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ചില ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് തൻ്റെ വാദത്തെ പൊരുളുകാരൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പോരെങ്കിൽ അതിനൊക്കെ അദ്ദേഹം റഷീദ് റിളയെ പോലുള്ള മുഫസ്സിറുകളെ കൂട്ടുപിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റഷീദ് റിളയുടെ പേരിൽ അദ്ദേഹം പറയുന്നത് വലിയ അപരാധമാണ്. റഷീദ് റിള ഉദ്ദേശിച്ചിട്ടില്ലാത്ത സംഗതി റഷീദ് റിളയുടെ പേരിൽ കെട്ടിവെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൽ-മനാറിൽ ആൽ ഇമ്രാൻ സൂറത്തിൻ്റെ ആദ്യത്തിൽ, അതിൻ്റെ വിശദീകരണത്തിൻ്റെ തഫ്സീറിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. അത് വായിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിലും അർത്ഥമൊന്നുമില്ല. കാരണം ഒരാൾ താൻ രൂപപ്പെടുത്തിയിട്ടുള്ളൊരാശയത്തെ സമർത്ഥിക്കാനാണ് ശ്രമിക്കണമെങ്കിൽ അയാൾക്ക് മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു പുൽക്കൊടി അയാൾക്ക് തെളിവായി സ്വീകരിക്കും എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് റഷീദ് റിളയുടെ ആ ആമുഖം വായിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ റഷീദ് റിള അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? സൂറത്ത് ആൽ ഇമ്രാൻ്റെ ആദ്യത്തിൽ അദ്ദേഹം ബൈബിളിനെ, അതിലെ പുതിയ പഴയ നിയമങ്ങളെ വിശകലനം നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം തീർത്ത് പറയുന്ന ഒരു സംഗതി, ഈ ബൈബിളിലെ തൗറാത്ത് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകവും അതുപോലെ ഇഞ്ചീൽ, സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകവും ഇത് രണ്ടും അബദ്ധങ്ങളാണ് എന്നും യഥാർത്ഥത്തിൽ ഇത് തൗറാത്തോ ഇഞ്ചീലോ അല്ല എന്നും, ഈ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകങ്ങൾ അത് മൂസാ അലൈഹിസ്സലാമാണ് എഴുതിയത് എന്ന് പറയുമ്പോൾ പോലും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ അതിൽ പറഞ്ഞു വെക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ദൈവികമല്ല, ഇത് പുരോഹിതന്മാർ കൈകടത്തികൾ നടത്തുകയും അവരെഴുതിയുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്ന് റഷീദ് റിള പറയുന്നത്. പുതിയ നിയമത്തിലെ ഈ സുവിശേഷങ്ങളെ സംബന്ധിച്ചും ഇതുപോലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ റഷീദ് റിളയുടെ മാത്രം അഭിപ്രായവുമല്ല. ക്രൈസ്തവ പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലെയൊക്കെ തന്നെ ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നൊരു സംഗതിയാണ്. ബൈബിളിലെ പുതിയ പഴയ നിയമങ്ങളിൽ ഒരുപാട് കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ചരിത്രങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും ഒക്കെ നൽകിയിട്ടുള്ള വഹയിൻ്റെ ചില സൂചനകൾ, അതിലെ ചില പരാമർശങ്ങളൊന്നും അതിലില്ല എന്നൊന്നും ആരും പറയുന്നില്ല. അതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി. പക്ഷേ ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിച്ച തൗറാത്ത് എന്നും ഈസാ നബി അലൈഹിസ്സലാമിന് ഇറങ്ങിയിട്ടുള്ള ഇഞ്ചീൽ എന്നും പറയുന്നിടത്താണ് അബദ്ധം. ആ അബദ്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റഷീദ് റിള സൂറത്ത് ആൽ ഇമ്രാൻ്റെ തഫ്സീറിൽ ഈ 2 നിയമങ്ങളെ സംബന്ധിച്ചും, അതായത് ബൈബിളിൻ്റെ പഴയ നിയമം, പുതിയ നിയമം, ഇത് രണ്ടിനെ സംബന്ധിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ഇത് ദൈവികമല്ല എന്നും ഇത് തീർത്തും പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്.
പക്ഷെ നമ്മളെ പൊരുളുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് പരിഗണിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അദ്ദേഹം റഷീദുലുള്ള കൂടി തൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങുകയാണ് ചെയ്യണത് എന്നുള്ളതിലേക്കാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അകമ്പൊരുളിൽ എഴുതുന്നത് മതസമുദായ ബന്ധിതമായി രൂപപ്പെട്ട വഞ്ചനാത്മകമായ അബദ്ധങ്ങൾ മാത്രമാണ് ഇത്തരം വാദങ്ങൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് സ്വർഗത്തിന് അർഹതയുള്ളൂ എന്ന് പറയുന്ന വാദം അത് അബദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉസ്താദ് റഷീദുള്ള തൻ്റെ സുപ്രസിദ്ധമായ തഫ്സീറുൽ മനാറിൽ തുടരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് റഷീദുള്ളയുടെ ഒരു വാചകം എടുത്തിട്ട് തൻ്റെ ഈ വാദത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. എന്നാൽ റഷീദുള്ള വളരെ വ്യക്തമായി തന്നെ തൻ്റെ ഉസ്താദ് മുഹമ്മദ് അബ്ദുവിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചെങ്കിൽ, ഖുർആനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാനാവുള്ളൂ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ തഫ്സീർ മനാറിൽ പലയിടത്തുമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആൽ ഇമ്രാനിലെ ഇവിടെ പൊരുളുകാരൻ ഉദ്ധരിച്ചിട്ടുള്ള സൂറത്ത് ആൽ ഇമ്രാനിലെ ലൈസു സവാഅൻ എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള ആയത്തിൻ്റെ ഒക്കെ വിശദീകരണത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നമ്മുടെ പൊരുളുകാരൻ തൻ്റെ പൊരുളിൻ്റെ ഖുർആൻ അകമ്പൊരുളിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള 4ഉം 5ഉം അനുബന്ധം കാണാനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തൻ്റെ വാദത്തിന് അനുഗുണമായിട്ട് എഴുതിയിട്ടുള്ള അനുബന്ധങ്ങളാണ് ഈ അനുബന്ധങ്ങൾ എന്ന് പറഞ്ഞത്. ഈ അനുബന്ധം എഴുതിയിട്ടുള്ളത് അദ്ദേഹമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് KPA റഹീം എന്ന് പറയുന്ന ആളാണ് അനുബന്ധം 4 എഴുതിയിട്ടുള്ളത്. അതുപോലെ 5ാമത്തെ അനുബന്ധം എഴുതിയിട്ടുള്ളത് ഫാദർ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളവുമാണ്. ഒന്നാമതായിട്ട് ഇവിടെ KPA റഹീം എന്ന് പറഞ്ഞ ആൾ ഒരു ഖുർആൻ പണ്ഡിതനല്ല എന്നുള്ളത് ഒരു വസ്തുത. അദ്ദേഹവും കൊണ്ടുപോകുന്നത് നിലവിലുള്ള അഹിംസയും അതുപോലെ തന്നെ ലോകമതങ്ങളുടെ വൈവിധ്യങ്ങളും ഇതെല്ലാം കൂടി ഇവിടെ ഉദ്ധരിച്ചിട്ട് സമയം കളയേണ്ടതില്ല എന്നതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത്. ലോകമതങ്ങളുടെ വൈവിധ്യങ്ങൾ, അതിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ എല്ലാം എന്ന് പറയുന്നത് അത് വൈരുദ്ധ്യങ്ങളുള്ളതോടൊപ്പം തന്നെ എല്ലാം ഒന്നിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന അർത്ഥത്തിലാണ് KPA റഹീം മുമ്പോട്ട് പോകുന്നത്. ആ ഒരു രീതി തന്നെയാണ് ഫാദർ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളവും മുന്നോട്ട് വെക്കണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ കാപഢ്യം എന്ന് പറയുന്നത് എന്താണ്, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫാദർ കുണ്ടുകുളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയത ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് മോക്ഷം എന്നാണ് പലപ്പോഴും ഇവർ പ്രയോഗിക്കാറുള്ളത്. മോക്ഷം ലഭിക്കും അല്ലെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കും എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിലില്ലാത്തൊരു സംഗതിയാണ്. ആർക്കാണ് രക്ഷ കിട്ടുക? അത് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവർക്കേ രക്ഷ കിട്ടൂ എന്ന് പ്രസംഗിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ക്രൈസ്തവ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ഈ പുരോഹിതന്മാരിൽപ്പെട്ട ഒരാളാണ് വിൻസെൻ്റ് കുണ്ടുകുളം എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം തൽക്കാലം ഇവിടെ ഈ ഏത് മതത്തിലെയും ആചാരങ്ങൾ സ്വീകരിക്കാനും രക്ഷപ്പെടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ക്രൈസ്തവതയുടെ വിശ്വാസം എന്താണ് എന്ന് മാത്രമല്ല, ഇവിടെ ലോകത്തുള്ള ഏത് മതക്കാരും പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ, ഇത് മുസ്ലിങ്ങളുടെ മാത്രമേ സംഗതിയൊന്നുമല്ലല്ലോ. ഈ മാനവികത എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അർത്ഥാക്കേണ്ടത്? ആര് എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അത് വിശ്വാസരംഗത്ത് അബദ്ധവിശ്വാസങ്ങൾ, ആരാധനാരംഗത്ത് അബദ്ധമായിട്ടുള്ള ആരാധനകൾ, ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ പരലോകത്ത് ഇവർ എങ്ങനെയൊക്കെ അവിടെ ജീവിച്ചു പോന്നാലും പരലോകത്ത് അവർ രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ സൂറത്ത് ബഖറയിലെ 62ാമത്തെ ഈ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശം തന്നെയില്ല. അതിന് സഹായകമായിട്ടുള്ള പ്രയോഗവും അതിലില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ,
ഖുർആൻ അകമ്പൊരുകാരൻ തന്നെ പറയുന്നത് വിശ്വാസം ശരിയായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അടുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞത് മറന്നുകൊണ്ടാണ് പിന്നീട് പലപ്പോഴും അദ്ദേഹം വിശ്വാസത്തെ അവഗണിക്കുകയും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അനുഷ്ഠാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന സൽക്കർമ്മങ്ങളിൽ പെടില്ല. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഗുണകരമായിട്ടുള്ള സംഗതികൾ മാത്രമേ അദ്ദേഹം സൽക്കർമ്മങ്ങളായി കാണുന്നുള്ളൂ എന്നുള്ള. അപ്പോൾ അനുഷ്ഠാനങ്ങളെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത് എന്നതുപോലും അദ്ദേഹത്തിന് വിവരമില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് സൽക്കർമ്മമാണോ ദുഷ്കർമ്മമാണോ? സൽക്കർമ്മമല്ലാത്ത ദുഷ്കർമ്മമല്ലാത്ത മൂന്നാമത്തെ ഒരു കർമ്മം ഏതാണ്? ഇതൊക്കെ പൊരുളുകാരൻ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയായിരുന്നു. പക്ഷേ അയാളതൊന്നും വ്യക്തമാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമല്ല. കാരണം അയാൾക്ക് വേണ്ടത്, അയാൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചിലത് പറയുന്നു. അതിനനുഗുണമായിട്ട് ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ അത് അനുബന്ധം എന്നുള്ളവർക്ക്, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മറ്റുള്ളവരും ഇത് തന്നെയാണ് പറയുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബാലിശമായിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ വിപരീതമായിട്ടുള്ളൊരാശയമാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നതാണ് വസ്തുത. ആ ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ ഈ മതവിഭാഗങ്ങളായിട്ട് ചേരി തിരിഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഭാഗക്കാരനായിരുന്നാലും ഏത് വേദത്തിൻ്റെ ആളായിരുന്നാലും ഇവിടെ വേദം എന്നത് ഈ ആയത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നുള്ള മറ്റൊരു വസ്തുത. പക്ഷേ ഇദ്ദേഹം വേദത്തെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് അതുകൂടി നമ്മൾക്ക് പരാമർശിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഏത് വേദത്തിൻ്റെ ആളായാലും ഏത് മതത്തിൻ്റെ ആളായാലും അവർ യഥാർത്ഥത്തിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് രക്ഷപ്പെടാനാവും. അല്ലാത്തവർക്ക് രക്ഷപ്പെടാനാവില്ല എന്നാണ് ആയത്ത് പറയുന്നത്. അത് നേരെ തിരിച്ചു വിട്ടിട്ട് തൻ്റെ വാദം സ്ഥിരീകരിക്കാനുള്ള അടിയാധാരമാക്കിയിട്ട് ഈ ആയത്ത് ഉദ്ധരിക്കുന്നു എന്നുള്ള ഏറ്റവും കപടവും തെറ്റായിട്ടുള്ളതുമായിട്ടുള്ള ഖുർആനിൻ്റെ കാര്യത്തിൽ നടത്തുന്ന കയ്യേറ്റം കൂടിയായിട്ടുള്ള ഒരു സമീപനമായിട്ട് ഈ ഒരു അകമ്പൊരുളുകാരൻ്റെ ഈ സമീപനത്തെ നമ്മൾക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ്. അത് ആവർത്തിച്ച് ഖുർആൻ പറയുന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക എന്നത് പരലോകം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, മുശ്രിക്കുകളെ ഒക്കെ ഖുർആൻ നിരൂപണ വിധേയമാക്കുകയും അവരെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അകമ്പൊരുളുകാരൻ തൻ്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുകയും എല്ലാവർക്കും ഹോൾസെയിലായിട്ട് പരലോകമോക്ഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ പരലോകത്തിൻ്റെ വിധാതാവെങ്കിൽ നമ്മൾക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതേ അവസരം അള്ളാഹുവാണ് അവിടെ കാര്യങ്ങൾ കൈയാളുന്നതെങ്കിൽ ഇദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ തൻ്റെ വായനക്കാരെ, തൻ്റെ കേൾവിക്കാരെ വഞ്ചിക്കാനാണ് ഈ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഈ അനുബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ വഴി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ആ വസ്തുത മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ, വസ്തുതകളായി അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഖുർആൻ പ്രയോജനം ചെയ്യുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇവിടെ മനപ്പായസം ഉണ്ണാം എന്ന് മാത്രമേ അവരെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളൂ.